ആഡംബരപൂർണമായ ജീവിതം നയിക്കുകയും നൈതികത കൈവിടുകയും ചെയ്യുന്ന ജനതയ്ക്കുള്ള മുന്നറിയിപ്പായി നിരവധി പ്രതീകങ്ങൾ ഇന്നും ഈ ലോകത്ത് ബാക്കിയുണ്ട്. ഒമാനിലെ ഉബാർ അവയിൽ ഒരു പ്രതീകം മാത്രമാണ്. വിശുദ്ധ വേദഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്ന ആദ് സമൂഹത്തിൻ്റെ തകർച്ചയുടെ ചിത്രങ്ങൾ ഇന്നും ഈ നാട്ടിൽ സജീവമായി നിലനിൽക്കുന്നു. ചരിത്രത്തിൽ ലോസ്റ്റ് സിറ്റി എന്നടയാളപ്പെടുത്തിയ ഉബാറിലേക്കാണ് ഈ യാത്ര. ഒമാനിലെ സലാലയിൽ നിന്ന് 170 കിലോമീറ്റർ വടക്കാണ് ഉബാർ. ലോകത്തെ വന്യമരുഭൂമിയായ റുബൂവുൽ ഖാലിയയുടെ ദക്ഷിണഭാഗം കൂടിയാണിത്. ഒമാനിലെ ഷിസർ വിലായത്തിന്റെ അനുബന്ധ പ്രദേശം കൂടിയാണ് ഉബാർ. സലാല മസ്കത്ത് ഹൈവേയിൽ തുംരൈത്തിൽ നിന്നും 85 കിലോമീറ്റർ സഞ്ചരിച്ചു വേണം ഉബാറിലെത്താൻ. ഗതകാല സ്മൃതികളാണ് ഈ പ്രാചീന നഗരിയുടെ സവിശേഷത. 1991 സാറ്റലൈറ്റ് പര്യവേഷണത്തിലൂടെയാണ് ആദ് സമൂഹത്തിന്റെ ചരിത്ര അവശിഷ്ടങ്ങൾ ഇവിടെ കണ്ടെത്തിയത്. ഒമാൻ ആർക്കിയോളജിക്കൽ വകുപ്പ് അമേരിക്കൻ സർവകലാശാലയുമായി ചേർന്ന് നടത്തിയ ഉത്ഖനന ഗവേഷണങ്ങൾ അങ്ങനെ വഴിത്തിരിവായി. 7000 വർഷങ്ങൾക്കപ്പുറം ആദ് സമൂഹം ഉപയോഗിച്ച നിരവധി ഉപകരണങ്ങളും മറ്റും ഇവിടെ നിന്നും കണ്ടെത്തി. വിശുദ്ധ വേദഗ്രന്ഥം നൽകുന്ന വിവരണമനുസരിച്ച് സമ്പൽ സമൃദ്ധിയിലും സുഖലോലുപതയിലും ജീവിച്ച ജനതയായിരുന്നു ആദ് സമൂഹം. മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത കായിക കരുത്തും ആരോഗ്യവും കൊണ്ട് അനുഗ്രഹീതരായിരുന്നു ആദ് വിഭാഗം. വിഭവങ്ങളുടെ ധാരാളിത്തം അവരുടെ ജീവിതം സുഭിക്ഷമാക്കി. കുന്തിരിക്കത്തിനും സുഗന്ധദ്രവ്യങ്ങൾക്കും പേരുകേട്ട ഇടം കൂടിയായിരുന്നു ഉബാർ. പുറം നാടുകളിലേക്ക് ഇവ കയറ്റി അയച്ച് സമ്പൽ സമൃദ്ധിയിലേക്ക് ഉയരാനും ഈ നാടിന് കഴിഞ്ഞു. അക്കാലത്ത് സ്വർണത്തേക്കാൾ ഉയർന്ന വിലയുണ്ടായിരുന്നു കുന്തിരിക്കത്തിന്. അവ കയറ്റുമതി ചെയ്യാൻ പ്രത്യേക തുറമുഖം തന്നെ ഉബാറിലുണ്ടായിരുന്നതായി ചരിത്രം രേഖപ്പെടുത്തുന്നു. അതിന്റെ സമ്പൽ സമൃദ്ധി പക്ഷേ ജനങ്ങളിൽ വലിയൊരു വിഭാഗത്തെ അഹങ്കാരികളും പൊങ്ങച്ചക്കാരുമായി മാറ്റി. അങ്ങനെ ദൈവം ഹൂദ് എന്ന പ്രവാചകനെ ആദ് ജനതയ്ക്ക് വേണ്ടി നിയോഗിച്ചു. എന്നാൽ പ്രവാചകനെയും അദ്ദേഹത്തിന്റെ മാർഗദർശനത്തെയും ആദ് സമൂഹം തള്ളിക്കളഞ്ഞു. ഒടുവിൽ ദൈവിക ശിക്ഷ ഏറ്റുവാങ്ങാനായിരുന്നു ആദ് സമൂഹത്തിന്റെ വിധി. ഹൂദ് നബിയെയും അനുയായികളെയും രക്ഷപ്പെടുത്തിയ ദൈവം 7 രാത്രിയും 8 പകലുകളും നീണ്ട ശക്തമായ കൊടുങ്കാറ്റിലൂടെ ആദ് സമൂഹത്തെ ഉന്മൂലനം ചെയ്തു എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കൊടുങ്കാറ്റിനെ തുടർന്ന് തകർന്നടിഞ്ഞ ആദ് സമൂഹത്തിന്റെ കൊട്ടാരങ്ങളുടെയും വലിയ തൂണുകളുടെയും അവശിഷ്ടങ്ങളാണ് ഇവിടെയുള്ളത്. 1992 നിക്കോളാസ് ക്ലാപ്പിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഗവേഷകർ നടത്തിയ പഠനത്തിന്റെയും ഖനനത്തിന്റെയും അടിസ്ഥാനത്തിൽ നഷ്ടനഗരമായ ഉബാറാണിതെന്ന നിഗമനത്തിൽ അവർ എത്തിച്ചേരുകയായിരുന്നു. 8 വശങ്ങളിലായി 6 മുതൽ 8 അടി വരെ ഉയരമുള്ള നിരവധി തൂണുകളും വലിയ മൺപാത്രങ്ങളും പര്യവേഷണത്തിലൂടെ കണ്ടെത്തി. ഷിസിർ വിലായത്തിന്റെ അനുകൂല കാലാവസ്ഥയും ജലലഭ്യതയും കാരണം നിരവധി കൃഷിയിടങ്ങളാണ് ഇവിടെയുള്ളത്. ദിവസവും ഒരുപാട് സഞ്ചാരികൾ വന്നു പോകുന്നുണ്ട്. പ്രത്യേകിച്ച് വെസ്റ്റേൺ പീപ്പിൾസ് റിസർച്ച് ചെയ്യുന്ന വിദ്യാർത്ഥികൾ. മുമ്പ് ഈ വരുന്ന റോഡ് സഞ്ചാരയോഗ്യമല്ലായിരുന്നു. ഇപ്പോൾ ടാർ ചെയ്ത് ഭംഗിയായി സഞ്ചാരയോഗ്യമാക്കിയിട്ടുണ്ട് റോഡ്. അതുപോലെ തന്നെ ഇതുപോലുള്ള ചരിത്രഭൂമികളിൽ നമ്മുടെ ഒമാൻ ഗവൺമെൻറ് നല്ല ഭംഗിയായി സംരക്ഷിക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. പ്രാചീന സമൃദ്ധിയുടെ പ്രതീകം എന്നോണം ഇന്നും കുന്തിരിക്ക മരങ്ങൾ തഴച്ചു വളരുന്നുണ്ട് ഉബാറിൽ. ചരിത്രത്തിന്റെ സമൃദ്ധി മാത്രമല്ല, തകർച്ചയും കൂടി ഇവിടെ വെളിവാകുന്നു. ഉബാർ ഒരു പ്രതീകമാണ്. പഴമയുടെ മാത്രമല്ല, പുതുകാലത്തിന്റെയും ഓർമ്മപ്പെടുത്തൽ സ്മാരകം.